മെയ് 12 അന്താരാഷ്ട്ര നേഴ്സസ് ഡേ ആണ്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ നേഴ്സിംഗ് സഹോദരിമാർക്കും എൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് ജഗദീശൻ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹലോ എവറിബഡി, ഞാൻ ഡോക്ടർ ഗീവർഗീസ് കെ മാത്യു, ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ മെഡിക്കൽ സൂപ്രണ്ടും കൺസൾട്ടൻറ്റ് കാർഡിയോതൊറാസിക് ആൻഡ് വാസ്കുലർ സർജനുമാണ്. നമുക്കറിയാം, എല്ലാ വർഷവും മെയ് 12 ഇൻ്റർനാഷണൽ നഴ്സസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഇൻ്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസിൻ്റെ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നമ്മൾ ആചരിക്കുന്നത്. ഇത്തവണ ഓരോ വർഷവും ഇതിനൊരു തീമുണ്ട്. ഇത്തവണത്തെ തീം എക്കണോമിക് പവർ ഓഫ് കെയർ എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു മെഡിക്കൽ കെയറിൻ്റെ അവിഭാജ്യമായ ഘടകമാണ് നഴ്സസ് എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും ഈ നഴ്സിംഗ് കെയറിൻ്റെ അല്ലെങ്കിൽ നഴ്സസിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ പലപ്പോഴും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാറില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതുമാത്രമല്ല, അത് കാരണമുണ്ടാകുന്ന ആ എക്കണോമിക് ഇമ്പാക്റ്റ്, നഴ്സിംഗ് കെയർ കാരണം ഉണ്ടാകുന്ന എക്കണോമിക് ഇമ്പാക്റ്റ്, അത് പേഷ്യൻസിൻ്റെ ലൈഫ്സിലുണ്ടാകുന്ന ട്രാൻസ്ഫോമിങ് പവർ, ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അത് അണ്ടർ അപ്രീഷിയേറ്റഡ് ആണെന്നുള്ളതാണ്. ആ ഒരു ചിന്തയിലാണ് ഇങ്ങനൊരു തീം ഇത്തവണ ഇൻ്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ് എടുത്തിരിക്കുന്നത്. എനിവേ, നമ്മുടെ ഹോസ്പിറ്റലിലും നമ്മുടെ ഓവറോൾ പേഷ്യൻ്റ് കെയറിൽ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നഴ്സിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. We have to appreciate the effort put in by nurses. The good outcome in our care is completely dependent on the nursing care. So എല്ലാ നഴ്സസിനും നിങ്ങൾ ചെയ്യുന്ന സേവനത്തിനുള്ള we appreciate your services and wish you all the best. And hopefully ഇത് ഇങ്ങനെ ഒരു തീമിൽ കൂടെ നമുക്ക് നിങ്ങളുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവരും മനസ്സിലാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാ നേഴ്സസിനും എൻ്റെയും ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ എല്ലാ നേഴ്സിംഗ് വിഭാഗത്തിൻ്റെയും ആശംസകൾ ആദ്യമേ തന്നെ അറിയിക്കുന്നു. ഞാൻ സിസ്റ്റർ ഫേബ, ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നേഴ്സിംഗ് സൂപ്രണ്ടായിട്ട് ജോലി ചെയ്യുന്നു. ഈ അവസരത്തിൽ ലോകത്തെമ്പാടുമുള്ള എല്ലാ നേഴ്സസിനോടും എനിക്ക് ഒരു കാര്യം മാത്രമേ പറയുവാനുള്ളൂ. നമ്മുടെ നേഴ്സിംഗ് പ്രൊഫഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ ബാക്ക് ബോണാണ്. നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റോ നഴ്സസോ ഇല്ലാതെ ഈ മെഡിക്കൽ ഫീൽഡ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധ്യമല്ല. പക്ഷേ നമ്മൾ ഈ മേഖലയിൽ അനേകം വെല്ലുവിളികൾ ഇന്ന് നേരിട്ടുകൊണ്ട് ഇരിക്കുകയാണ്. കാരണം കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും എന്നുള്ള 2 കാലഘട്ടങ്ങളിലെ നമ്മുടെ പ്രൊഫഷനിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനേകം വെല്ലുവിളികളുണ്ട്. കാരണം കോവിഡിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ട്രെയിനിങ് സിസ്റ്റവും നമ്മുടെ ജീവിത രീതികളും പേഷ്യൻസിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡും അവരോടുള്ള സഹാനുഭൂതിയും നമ്മുടെ സ്കില്ലും വളരെയധികം മാറ്റം സംഭവിച്ചു കോവിഡിന് ശേഷം. കാരണം ട്രെയിനിങ് സിസ്റ്റത്തിൽ വന്ന വലിയ ഒരു മാറ്റം, നമ്മൾ പ്രാക്ടിക്കലായിട്ട് ബേസ് ചെയ്തുകൊണ്ടാണ് നേഴ്സസ് ജോലി ചെയ്യുന്നത്. ആ പ്രാക്ടിക്കൽ ഫീൽഡിനെ വളരെയധികം ബാധിച്ച ഒരു കാലഘട്ടമായിരുന്നു കോവിഡ് കാലഘട്ടം. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് നേരിട്ട് ആ വെല്ലുവിളികളെ ഓവർകം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി ചിന്തിക്കുമ്പോൾ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഞങ്ങൾ അതിന് വേണ്ടുന്ന പരിഹാരം കണ്ടെത്തുന്നത് ഈ വിധത്തിലാണ്. കാരണം ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും പഠിക്കുകയും ട്രെയിനിങ് എടുക്കുകയും ചെയ്തിട്ടുള്ള നേഴ്സിംഗ് സ്റ്റുഡൻസ് പഠിത്തം കഴിഞ്ഞ് വരുന്നവരെ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുകയും അവർക്ക് ട്രെയിനിങ് ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. അവരൊരു സ്കൂൾ ഓഫ് നഴ്സിംഗിൽ എങ്ങനെയാണോ ചെന്ന് ചേരുമ്പോൾ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, അവരുടെ കൂടെ നിന്ന് അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു എഡ്യൂക്കേറ്ററെ തന്നെ അപ്പോയിൻറ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നോക്കി അവരെ ഇൻഡിപെൻഡൻ്റായിട്ട് ജോലി ചെയ്യുന്ന പ്രാപ്തരാക്കിയെടുക്കുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളി നമ്മുടെ മുമ്പിലുണ്ട്. അതിന് ഈ ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റ് എല്ലാ രീതിയിലുമുള്ള സഹായ സഹകരണങ്ങൾ നമുക്ക് ചെയ്തു തരുന്നു. അതിൽ ഞാൻ മാനേജ്മെൻറ്റിനോട് വളരെയധികം നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. എല്ലാ ഹോസ്പിറ്റലുകളും
ഇതേ മാതൃക പിന്തുടരുകയും അവരെ നമ്മുടെ കൂടെ ഉൾക്കൊണ്ട് അവരെ പഠിപ്പിക്കുകയും അവരെ ട്രെയിൻ ചെയ്യുകയും നല്ല നേഴ്സുമാരാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഈ നേഴ്സിംഗ് പ്രൊഫഷനിൽ നാം നേരിടുന്ന ഒരു ചലഞ്ചാണ്, വെല്ലുവിളിയാണ്. അത് സ്വീകരിച്ച് അതിനായിട്ട് പ്രയത്നിക്കുക. നമ്മുടെ നേഴ്സിംഗ് മേഖലയിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വെല്ലുവിളികളെയും ഒത്തൊരുമിച്ച് നിന്ന് നമുക്ക് നേരിട്ട് അതിനെ നമുക്ക് നമ്മുടെ കരുത്തിനുള്ളിൽ ആക്കാം ഉള്ള ഒരു ശുഭാപ്തി വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. എല്ലാ നേഴ്സുമാർക്കും ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേയുടെ എല്ലാ ആശംസകളും അറിയിക്കുകയും പ്രാർത്ഥനകളും നേരുന്നു. നമസ്കാരം. ഞാൻ സെബി പോലോസ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഓഫ് കെഎം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. തീർച്ചയായിട്ടും കെഎം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഞങ്ങളുടെ കരുത്തായ ഞങ്ങളുടെ സ്വന്തം കാവൽ മാലാഖമാർക്ക് നേഴ്സസ് ഡേ ആശംസകൾ. താങ്ക് യു. ആധുനിക നഴ്സിംഗിൻ്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും മെയ് 12 അന്താരാഷ്ട്ര നഴ്സസ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ നഴ്സുമാർ വഹിക്കുന്ന നിർണായക പങ്കിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഈ ദിനം ആചരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള നഴ്സുമാരോട് ബഹുമാനം കാണിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ ദിവസം ഊന്നിപ്പറയുകയും ധീരരും കഠിനാധ്വാനികളുമായ നഴ്സുമാരോട് നന്ദി പ്രകടിപ്പിക്കുവാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഒരാശുപത്രിയിൽ 2 ദിവസം തങ്ങുന്ന ഒരു വ്യക്തി വിളിച്ചാൽ മടുപ്പില്ലാതെ ഓടിയെത്താൻ, മടുപ്പില്ലാതെ ശുശ്രൂഷിക്കാൻ എന്നും നഴ്സസ് സമൂഹം സന്നദ്ധരാണ്. മനുഷ്യ ജീവനുകളുടെ പിറവിയും തിരിച്ചുവരവും അന്ത്യവും ഏറ്റവും അടുത്തു നിന്ന് കാണുന്ന ഒരു കൂട്ടരാണ് നഴ്സിംഗ് സമൂഹം. ഇന്നത്തെ കാലത്ത് വിദേശങ്ങളിൽ ഏറ്റവും അധികം ശമ്പളം മേടിക്കുന്ന 3 ജോലികൾ എടുത്താൽ അതിൽ 3ാമത് നഴ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ആതുര സ്ഥാപനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ചലഞ്ച് നഴ്സ് ജീവനക്കാരുടെ ലഭ്യത കുറയുന്നു എന്നതാണ്. ഈ ദിനത്തിൽ ലോകമെമ്പാടുമുള്ള നഴ്സസിനും അവരുടെ കുടുംബങ്ങൾക്കും നമ്മുടെ യൂണിറ്റിലെ എല്ലാ നഴ്സസിനും അവരുടെ കുടുംബങ്ങൾക്കും നല്ല ഒരു ആശംസ അർപ്പിക്കുന്നു. ഇതോടൊപ്പം ഈ നഴ്സിംഗ് ഡേയുടെ പ്രഥമ തീമായ അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ ദി എക്കണോമിക് പവർ ഓഫ് കെയർ എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. നന്ദി. Good morning. I am Soni Sabu, working as a Deputy Nursing Superintendent of the KM Cherian Institute of Medical Sciences, Kallisheri. I am proud to be a nurse. Nurses are the backbone and heartbeat of every healthcare system in the world. We are the frontline superstars of patient care. സ്വന്തം വേദനകൾ മറന്ന് മറ്റുള്ളവർക്കായി പോരാടുന്ന മാലാഖമാരുടെ ദിനം മെയ് 12 ഇൻ്റർനാഷണൽ നഴ്സസ് ഡേ. മറ്റുള്ളവരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ആത്മാർത്ഥമായി പോരാടുന്ന എല്ലാ നഴ്സുമാർക്കും ആശംസകൾ. International Nurses Day is celebrated around the world every year May 12. A special time to honor and thank those dedicated and amazing men and women who take care of sick and even healthy every day of the year. I, Ria Jacob, Infection Control Nurse, wishing a very happy Nurses Day to all the beautiful souls. ആതുര സേവന രംഗത്തെ കാരുണ്യത്തിൻ്റെയും സഹാനുഭൂതിയുടെയും മുഖമുദ്രമായ എൻ്റെ എല്ലാ നഴ്സുമാർക്കും എൻ്റെ നഴ്സിംഗ് സഹപ്രവർത്തകർക്കും ഒരിക്കൽ കൂടി നഴ്സസ് ദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. താങ്ക് യു. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ ഇക്കണോമിക് പവർ ഓഫ് കെയർ. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സസിനും ഞങ്ങളുടെയും ഡോക്ടർ കെഎം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ഹാപ്പി നഴ്സസ് ഡേ.